ചേലക്കരയിൽ നിന്ന് വിജയകുമാർ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെടുപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ചേലക്കരയിലെ കാര്യം എന്തൊക്കെയാണ്, പറയൂ. ഗുഡ് മോർണിംഗ്. ചേലക്കരയിൽ രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളുടെ നീണ്ട നിരയാണ് നമ്മൾ കാണുന്നത്. പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഈ സ്കൂളിലാണ്. ഈ സ്കൂളിൽ AUP സ്കൂളാണ്. AUP സ്കൂളിലെ 74, 75, 77 തുടങ്ങി ഏതാണ്ട് 5 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഈ സ്കൂളിൽ നോക്കൂ, എസ്കെന് കാണാൻ കഴിയും വോട്ടർമാരുടെ നീണ്ട നിര. അത് 7 മണിക്ക് മുമ്പ് തന്നെ, പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് വോട്ടർമാർ എത്തുകയാണ്. പതിവിൽ കവിഞ്ഞ ആവേശത്തോടെ ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നാണ് ഈ പോളിംഗ് ഏജന്റുമാരൊക്കെ നമ്മളോട് പറഞ്ഞത്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ശക്തമായ പ്രചാരണമായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള വലിയ ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഫലം കാണുന്നു. പ്രചാരണ വിഷയങ്ങളൊക്കെ ജനങ്ങളിൽ വലിയ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. അത് ഫലം കാണുന്നു എന്നതാണ് ഈ രാവിലെ തന്നെ ആദ്യ മണിക്കൂറുകളിലെ ഈ മികച്ച പോളിംഗ് വ്യക്തമാക്കുന്നത്. ഇത് ഇവിടുത്തെ AUP സ്കൂളിലെ മാത്രം കാഴ്ചയല്ല. ചേലക്കര മണ്ഡലത്തിലെ പൊതുവിൽ ഉള്ള കാഴ്ച അത് തന്നെയാണ്. എല്ലാ ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. പ്രായമായവർ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്ന അമ്മമാരടക്കം ബൂത്തുകളിലേക്ക് എത്തുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിലാണ് അല്പസമയത്തിനകം രാധാകൃഷ്ണൻ, ഇവിടുത്തെ MP, മുൻ മന്ത്രി, ഇവിടെ തുടർച്ചയായി പ്രതിനിധീകരിച്ച രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഏതാണ്ട് നീണ്ട 2.25 പതിറ്റാണ്ട് 28 വർഷം തുടർച്ചയായി ഇടതുമുന്നണി പ്രതിദാനം ചെയ്ത ചേലക്കരയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്ന കോൺഗ്രസിന്റെ UDFന്റെ അവകാശവാദത്തിന് എന്ത് കഴമ്പുണ്ട്, എന്ത് പ്രസക്തിയുണ്ട് എന്നത് തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ചേലക്കരയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിന്റെ ആവേശം, അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആവേശം വോട്ടർമാർക്കുണ്ട്. ഇത് നമ്മൾ മറ്റൊരു ബൂത്തിലേക്കാണ് പോകുന്നത്. ഈ സ്കൂളിൽ തന്നെയുള്ള മറ്റൊരു ബൂത്താണ്. അവിടെയും വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ കഴിയും. 5 ബൂത്തിലും രാവിലെ 7 മണിക്കും ഒരു 6:30 തന്നെ വോട്ടർമാരുടേക്ക് എത്തിത്തുടങ്ങിയതാണ്. ആ വോട്ടർമാരുടെ നീണ്ട നിര എല്ലായിടത്തും കാണാൻ കഴിയും. ഇത് ഈ മറ്റു 2 ബൂത്തുകൾ, ഈ സ്കൂളിൽ തന്നെയുള്ള മറ്റു 2 ചേലക്കര നിയോജക മണ്ഡലത്തിലെ 77 അടക്കമുള്ള ബൂത്താണിത്. അവിടെയും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. എല്ലായിടത്തും കാര്യമായ പ്രശ്നങ്ങൾ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചേലക്കരയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സുഗമമായി തന്നെ വോട്ട് എടുപ്പ് പുരോഗമിക്കുന്നു. ഈ നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല കൂടിയാണ്. അതുകൊണ്ട് രാവിലെ പരമാവധി ആളുകൾ ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുക എന്നതാണ് ഒരു പൊതു രീതി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് ഈ പറയുന്ന 9 മണി 10 മണി. ഒരു നിമിഷം.